പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണത്തിലെ ഭഗവൻ മഹിമാനു വർണ്ണനമെന്ന ആദ്യ ദശകത്തിലെ 2 ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്തു. ഇനി ചർച്ച ചെയ്യുന്നത് 3-ാമത്തെ ശ്ലോകമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. സത്വം യത്തത്പരാഭ്യാം അപരികളനദോ നിർമ്മലം തേന താവത് ഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ്യദച്ഛാദിതപരസുഖജിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം: സത്വം യത് തത് പരാഭ്യാം അപരികളനതോ നിർമ്മലം തേന താവത് ഭൂതേന്ദ്രിയൈ തേ വപുഃ ഇതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത് സ്വച്ഛത്വാത് യത് ആസ്വാദിത പരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാഃ രമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഇനി ഇതിൻ്റെ അന്വയം: തത് പരാഭ്യാം അപരികളനതഃ നിർമ്മലം യത് തത് സത്വം തേന താവത് ഭൂതേന്ദ്രിയൈ തേ വപുഃ അസ്തി ഇതി വ്യാസവാക്യം ബഹുശഃ ശ്രൂയതേ. തത് സ്വച്ഛത്വാത് യത് ആച്ഛാദിത പരസുഖചിത് ഗർഭനിർഭാസരൂപം ഭവതി തസ്മിൻ ശ്രുതിമതിമധുരേ തേ വിഗ്രഹേ ധന്യാഃ രമന്തേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം അഥവാ വ്യാഖ്യാനം: രജസ്തമോ ഗുണങ്ങൾ കലരാത്ത സാത്വിക ഗുണങ്ങളായ ഭൂതേന്ദ്രിയങ്ങളാൽ നിർമ്മിതമാണ് അവിടുത്തെ ശരീരമെന്ന് ഭഗവാൻ വ്യാസൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുമുണ്ട്. ആ നിർമ്മല ശരീരത്തിനുള്ളിൽ ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം വിളങ്ങി നിൽക്കുന്നു. കേൾക്കാനും സ്മരിക്കാനും രമിക്കാനും സുഖഗ്രാഹ്യവുമായ അങ്ങയുടെ ആ വിഗ്രഹത്തിങ്കൽ ജനങ്ങൾ രമിക്കുന്നു. നമസ്തേ.